നമസ്കാരം. 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസ് പരീക്ഷയുടെ ഭാഗമാണ് ബയോളജി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ 3 വിഷയങ്ങൾ കൂടി ചേർന്നതാണ് ബേസിക് സയൻസ് പരീക്ഷ. ഇതിൽ 3ാമത്തെ പാർട്ടിലാണ് ബയോളജി ചോദ്യങ്ങൾ വരുന്നത്. മറ്റ് 2 വിഷയങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ആൻസർ ഷീറ്റിൽ തന്നെയാണ് ബയോളജിയും എഴുതേണ്ടത്. 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ 40 മിനിറ്റിനുള്ളിലാണ് ആൻസർ ചെയ്യേണ്ടത്. 2019 നടന്ന പാദവാർഷിക പരീക്ഷയിലെ ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ബയോളജി പരീക്ഷയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. ആൻസർ എനി 3 ഫ്രം ക്വസ്റ്റ്യൻസ് 1 to 4. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 1 സ്കോർ. അതായത് 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ 3 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓരോ ഉത്തരത്തിനും ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുക. 1ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന കോശാംഗത്തിന്റെ ചിത്രം തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഐഡന്റിഫൈ ദ സെൽ ഓർഗനൽ. വിവിധ തരം കോശാംഗങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോശാംഗം എന്ന് പറഞ്ഞാൽ സെൽ ഓർഗനൽ. കോശത്തിനുള്ളിൽ വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കാനായി വിവിധ ഇനം കോശാംഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു കോശാംഗത്തിന്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഗോൾജി കോംപ്ലക്സ് എന്ന കോശാംഗത്തിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഗോൾജി കോംപ്ലക്സ് എന്നാണ്. ഗോൾജി കോംപ്ലക്സിന്റെ ധർമ്മം എന്താണ്? എൻസൈമുകൾ, ഹോർമോണുകൾ, മ്യൂക്കസ് എന്നിങ്ങനെയുള്ള പദാർത്ഥങ്ങളെ സ്തരസഞ്ചികളിലാക്കി പാക്ക് ചെയ്യുന്ന സെൽ ഓർഗനലാണ് ഗോൾജി കോംപ്ലക്സ്. ഇവ ഗ്രന്ഥി കോശങ്ങളിൽ, അതായത് ഗ്ലാൻഡ് സെൽസിൽ കൂടുതലായി കാണപ്പെടുന്നു. ഇതുകൂടാതെ വിവിധ ഇനം കോശാംഗങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാക്യൂൾ അഥവാ ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയ ഇവയൊക്കെ കോശത്തിനുള്ളിൽ കാണുന്ന വിവിധ ഇനം കോശാംഗങ്ങളാണ്. ഓരോ കോശാംഗത്തിന്റെയും ചിത്രം ഇതുപോലെ മനസ്സിലാക്കുകയും അവയുടെ ധർമ്മം കൃത്യമായി പഠിക്കുകയും ചെയ്താൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് വ്യക്തമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് 4 സ്റ്റേറ്റ്മെന്റുകൾ അഥവാ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആ പ്രസ്താവനകളിൽ ചില വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അണ്ടർലൈൻ ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി ഓരോ പ്രസ്താവനകളും വായിച്ച ശേഷം അണ്ടർലൈൻ ചെയ്ത ഭാഗത്ത് തെറ്റുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം തിരുത്തി എഴുതിയാൽ മതി. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന കലകളാണ് കോളൻകൈമ. കോളൻകൈമ ഈസ് സീൻ ഇൻ ദ സോഫ്റ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഇവിടെ കോളൻകൈമ എന്നുള്ള ഭാഗമാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. പ്രധാനമായും 3 തരം കലകളാണ് സസ്യങ്ങളിൽ കാണാൻ കഴിയുക. പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണാൻ കഴിയുന്ന കലകളാണ് പാരൻകൈമ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. അവിടെ കോളൻകൈമ എന്നത് മാറ്റി പാരൻകൈമ എന്ന് എഴുതി ചേർക്കേണ്ടതാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ കലകളാണ് സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വാൾ. ഇവിടെ സ്ക്ലീറൻകൈമയുടെ താഴെയാണ് വരച്ചിട്ടുള്ളത്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ കലകൾ സ്ക്ലീറൻകൈമ തന്നെയാണ്. കോളൻകൈമ എന്ന് പറയുന്ന കലകളിലും
കോശഭിത്തി കട്ടി കൂടിയതായി കാണപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കോർണേഴ്സിൽ അല്ലെങ്കിൽ ആ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രമാണ് കോശഭിത്തിയുടെ കട്ടി കൂടുതലുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതേണ്ടതില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പേശീകലയ്ക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാൻ കഴിയും. മസ്കുലാർ ടിഷ്യൂ ക്യാൻ ട്രാൻസ്ഫോം ഇൻടു അതർ ടൈപ്പ് ഓഫ് സെൽസ്. പേശീകല എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചലനം സാധ്യമാക്കാൻ സഹായിക്കുന്ന കലകളാണ്. മറ്റു കോശങ്ങളായി മാറാൻ കഴിയുന്ന പ്രത്യേക തരം കോശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സ്റ്റെം സെൽസ് അഥവാ വിത്ത് കോശങ്ങൾ. അപ്പോൾ ഇവിടെ പേശീകല എന്നുള്ളത് മാറ്റി വിത്ത് കോശങ്ങൾ എന്നാക്കി മാറ്റേണ്ടതാണ്. വിത്ത് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാൻ കഴിയുമെന്നാണ് ഇവിടെ എഴുതേണ്ടത്. സ്റ്റെം സെൽസ് ക്യാൻ ട്രാൻസ്ഫോം ഇൻടു അതർ ടൈപ്പ് ഓഫ് സെൽസ്. അതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു. ബ്ലഡ് carries out conduction of materials and makes the body resistant to diseases. ഇവിടെ രക്തം എന്നതിന് താഴെയാണ് വരച്ചിട്ടുള്ളത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആൻസർ ഷീറ്റിലേക്ക് എഴുതേണ്ടതില്ല. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം എന്നിവ രക്തത്തിൻ്റെ ധർമ്മങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ തെറ്റായിട്ടുള്ള രണ്ട് പ്രസ്താവനകളാണുള്ളത്. എ എന്ന് പറയുന്ന പ്രസ്താവനയും സി എന്ന് പറയുന്ന പ്രസ്താവനയുമാണ് തെറ്റുള്ളത്. ആ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതേണ്ടത്. മൂന്നാമത്തെ ചോദ്യം, കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഫ്രം ദ പെയർ ഓഫ് സൈന്റിസ്റ്റ് given below, choose the correct pair related to the formulation of cell theory. കോശ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ സെൽ തിയറി. സെൽ തിയറി രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ അതുണ്ടാക്കിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. 4 ജോഡി പേരുകളാണ് തന്നിട്ടുള്ളത്. അതിൽ ശരിയായ ശാസ്ത്രജ്ഞന്മാരുടെ ജോഡി ഏതാണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒന്നാമത്തെ പേര് റോബർട്ട് ബ്രൗൺ ആൻഡ് റോബർട്ട് ഹുക്ക്. സെക്കൻഡ് വൺ M.J. Schleiden and Theodor Schwann. Third one Robert Brown and Rudolf Virchow. Fourth one Theodor Schwann and Robert Hooke. ശാസ്ത്രജ്ഞന്മാരുടെ ഈ ജോഡി നോക്കിയാൽ അറിയാം, ഇവരൊക്കെ സെല്ലുമായി അല്ലെങ്കിൽ കോശവുമായി ബന്ധപ്പെട്ട ചില കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളുകളാണ്. ഇതിൽ കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ ജോഡിയാണ് ഇതിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതേണ്ടത്. ശരിയായ ഉത്തരം M.J. Schleiden ആൻഡ് തിയോഡർ ഷ്വാൻ. M.J. Schleiden ആണ് പ്ലാന്റ്സ് അഥവാ സസ്യങ്ങളുടെ ശരീരം നിർമ്മിതമായിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണ് അഥവാ സെൽസ് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എന്നാണ് ശ്ലീഡൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തിയോഡർ ഷ്വാൻ പറഞ്ഞിട്ടുള്ളത് ആനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ഇവർ രണ്ടുപേരും, ഒരാള് സസ്യത്തിന്റെ കാര്യവും ഒരാള് ജന്തു ശരീരത്തിന്റെ കാര്യവുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ രണ്ടുപേരുടെയും ആശയങ്ങളാണ് സെൽ തിയറി അഥവാ കോശ സിദ്ധാന്തമായി രൂപപ്പെടുത്തിയത്. കോശ സിദ്ധാന്തത്തിൽ പറയുന്നത് The body of all organisms is made up of cells. എല്ലാ ഓർഗാനിസത്തിന്റെയും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. Cells are the structural and functional unit of organisms. അതായത് ജീവജാലങ്ങളുടെ ഘടനാപരമായും ധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഈ രണ്ട് പ്രസ്താവനകളാണ് സെൽ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ MJ Schleiden ആൻഡ് തിയോഡർ ഷ്വാൻ എന്ന ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളാണ് ആൻസർ ഷീറ്റിൽ എഴുതേണ്ടത്. ഓപ്ഷൻസിൽ നൽകിയിരിക്കുന്ന മറ്റ് 2 സയന്റിസ്റ്റുകളുടെ കണ്ടെത്തലുകൾ കൂടി നമുക്കൊന്ന് ഓർമ്മിക്കാം. റോബർട്ട് ബ്രൗൺ discovered the center of the cell and he named it as nucleus. റോബർട്ട് ബ്രൗൺ ആണ് കോശത്തിന്റെ മർമ്മം കണ്ടെത്തിയത്. എന്നാൽ റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. സെൽ ആദ്യമായി നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. റുഡോൾഫ് വിർഷോ ആണ് ന്യൂ സെൽസ് അറൈസ് ഓൺലി ഫ്രം എക്സിസ്റ്റിംഗ് സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള ഒരു സെല്ലിൽ നിന്ന് മാത്രമേ പുതിയൊരു സെൽ അല്ലെങ്കിൽ പുതിയൊരു കോശം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് റുഡോൾഫ് വിർഷോ. 4ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന യോജക കലകൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഐഡന്റിഫൈ ആൻഡ് നെയിം ദ കണക്റ്റീവ് ടിഷ്യൂസ് പെർഫോമിംഗ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. യോജക കലകൾ അഥവാ കണക്റ്റീവ് ടിഷ്യൂസ് നിർവഹിക്കുന്ന ചില ഫങ്ഷൻസ് അഥവാ ധർമ്മങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ആ ധർമ്മങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ടുള്ള ഏത് യോജക കലയാണ്, ഏത് കണക്റ്റീവ് ടിഷ്യൂ ആണ് ആ പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നത് എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഒന്നാമത്തത്, മറ്റു കലകളെ ബന്ധിപ്പിക്കുന്നു. കണക്ട്സ് അതർ ടിഷ്യൂസ്. മറ്റു കലകളെ ബന്ധിപ്പിക്കുന്നു, അതായത് 2 ടിഷ്യൂസിനെ തമ്മിൽ ജോയിന്റ് ചെയ്യിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? അതിൻ്റെ ഉത്തരം ഫൈബ്രസ് ടിഷ്യൂസ് ആണ്, അതായത് നാരുകല. ഫൈബ്രസ് ടിഷ്യൂ അഥവാ നാരുകല എന്നാണ് ഇവിടെ ഉത്തരം എഴുതേണ്ടത്. 2ാമത്തെ ധർമ്മം തന്നിട്ടുള്ളത് ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. പ്രൊവൈഡ്സ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. അതായത് ശരീരത്തിന് സപ്പോർട്ട് കൊടുക്കുന്നതും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും ഒരു പ്രത്യേക ആകൃതി അല്ലെങ്കിൽ ഷേപ്പ് കൊടുക്കുന്നതുമായിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ബോൺ ആൻഡ് കാർട്ടിലേജ്. അസ്ഥികലയും തരുണാസ്ഥികലയുമാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട താങ്ങും അഥവാ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഷേപ്പും ഒക്കെ നൽകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ചോദ്യം ശരിയായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മറ്റു കലകളെ ബന്ധിപ്പിക്കുന്നു എന്ന് കേട്ടാൽ ഉടനെ തന്നെ നിങ്ങൾ ഉത്തരം യോജക കല അഥവാ കണക്റ്റീവ് ടിഷ്യൂ എന്ന് എഴുതിപ്പോവും. പക്ഷേ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ അറിയാം, താഴെ തന്നിരിക്കുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന യോജക കലകൾ തിരിച്ചറിയുക എന്നാണ്. 2ഉം യോജക കലകളാണ്. 2 ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് യോജക കലകളാണ്. അതിൽ ഏത് യോജക കലയാണ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ എ എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഫൈബ്രസ് ടിഷ്യൂ ആണ്, അഥവാ നാരുകല എന്നാണ് എഴുതേണ്ടത്. ബി എന്നതിൻ്റെ ആൻസർ ബോൺ ആൻഡ് കാർട്ടിലേജ് അഥവാ അസ്ഥികല, തരുണാസ്ഥികല എന്നീ ഉത്തരങ്ങളാണ് എഴുതേണ്ടത്. ഇനി ഇത് കൂടാതെ മറ്റ് യോജക കലകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ബ്ലഡ് അഥവാ രക്തം ഒരു യോജക കലയാണ്. രക്തത്തിൻ്റെ ധർമ്മം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ശരീരത്തിൽ വിവിധ പദാർത്ഥങ്ങളെ കണ്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുകയും രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ സഹായിക്കുന്നതുമായ യോജക കലയാണ് ബ്ലഡ് അഥവാ രക്തം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട യോജക കലകളാണ് അസ്ഥികല അഥവാ ബോൺ, കാർട്ടിലേജ് അഥവാ തരുണാസ്ഥികല, ഫൈബ്രസ് ടിഷ്യൂ അഥവാ നാരുകല, ബ്ലഡ് അഥവാ രക്തകല. അടുത്തത് 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. ആൻസർ എനി 4 ഫ്രം ക്വസ്റ്റ്യൻസ് 5 to 9. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 സ്കോർ. അതായത് 5 മുതൽ 9 വരെയുള്ള
ചോദ്യങ്ങളിൽ 4 എണ്ണം മാത്രം എഴുതിയാൽ മതി. അതിന് ഓരോന്നിനും 2 മാർക്ക് വീതമാണ് ലഭിക്കുക. അതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, മർമ്മം കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ്. ഈ പ്രസ്താവനയെ വിലയിരുത്തി കാരണങ്ങൾ എഴുതുക. ന്യൂക്ലിയസ് ഈസ് ദ റെഗുലേറ്ററി സെന്റർ ഓഫ് സെൽ. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ബൈ ഗിവിംഗ് റീസൺസ്. നമുക്കറിയാം, ഏതൊരു കോശത്തിന്റെയും കേന്ദ്രഭാഗം എന്ന് പറയുന്നത് മർമ്മമാണ്. അപ്പോൾ മർമ്മത്തെ കേന്ദ്രഭാഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണ്. കോശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്ന ചില പ്രോട്ടീനുകൾ വഴിയാണ്. ഈ പ്രോട്ടീനുകളുടെ നിർമ്മാണം നിയന്ത്രിക്കുന്നത് മർമ്മത്തിനുള്ളിലുള്ള ക്രൊമാറ്റിൻ ജാലികയിൽ കാണുന്ന ജീനുകളാണ്. അതുകൊണ്ടാണ് ന്യൂക്ലിയസ് അഥവാ മർമ്മത്തിനെ ഒരു കോശത്തിന്റെ സെന്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ന്യൂക്ലിയസ് ഈസ് കൺസിഡേർഡ് ആസ് ദി റെഗുലേറ്ററി സെന്റർ ഓഫ് സെൽ because the activities of a cell is controlled and coordinated by some proteins produced inside the cell, and these proteins synthesis is regulated by the genes located in the chromatin reticulum inside the nucleus. 6ാമത്തെ ചോദ്യം, കോശത്തിന്റെ ഏതാനും ഭാഗങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഉചിതമായവ തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക. Certain parts of a cell are given below. Choose suitable parts to complete the table. കോശഭിത്തി അഥവാ സെൽ വാൾ, മർമ്മം അഥവാ ന്യൂക്ലിയസ്, ലൈസോസോം, സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം, സെൻട്രോസോം, വാക്യൂൾ അഥവാ ഫേനം എന്നീ ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത്. ചോദ്യത്തിൽ തന്നെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ 1ാമത്തെ കോളത്തിൽ സീൻ ഓൺലി ഇൻ പ്ലാന്റ് സെൽസ്, സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നവ എന്നും 2ാമത്തെ കോളത്തിൽ സീൻ ഓൺലി ഇൻ ആനിമൽ സെൽസ്, ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നവ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന പട്ടിക അതേപോലെ ആൻസർ ഷീറ്റിൽ വരയ്ക്കണം. എന്നിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നത് ആ ഭാഗങ്ങൾ മാത്രം ആദ്യത്തെ കോളത്തിലും, ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങൾ 2ാമത്തെ കോളത്തിലും എഴുതുകയാണ് വേണ്ടത്. ചില പ്രത്യേക ധർമ്മം നിർവഹിക്കുന്ന കോശഭാഗങ്ങൾ സസ്യകോശത്തിലും ജന്തുകോശത്തിലും കാണപ്പെടുന്നുണ്ട്. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന അഥവാ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന കോശഭാഗങ്ങളാണ് സെൽ വാൾ അഥവാ കോശഭിത്തി. ജന്തുകോശത്തിൽ കോശഭിത്തി ഇല്ല. ഒരു ജന്തുകോശത്തിന്റെ പുറമേയുള്ള ഭാഗം എന്ന് പറയുന്നത് കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോശഭിത്തി പ്ലാന്റ് സെല്ലിൽ അഥവാ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശഭാഗമാണ്. 2ാമത് തന്നിട്ടുള്ളത് മർമ്മമാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ജന്തുകോശത്തിലും സസ്യകോശത്തിലും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പട്ടികയിൽ മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉൾപ്പെടുത്തേണ്ടതില്ല. ലൈസോസോം, ലൈസോസോം എന്ന് പറയുന്ന കോശാംഗം നമുക്കറിയാം. ലൈസോസോമിലുള്ള ദഹനരസങ്ങൾ അന്യവസ്തുക്കളെ അതായത് ഫോറിൻ പാർട്ടിക്കിൾസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു. ലൈസോസോം കാണപ്പെടുന്നത് ജന്തുകോശത്തിൽ മാത്രമാണ് അഥവാ ആനിമൽ സെല്ലിൽ മാത്രമാണ് ലൈസോസോം കാണപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈസോസോം 2ാമത്തെ കോളത്തിലാണ് എഴുതേണ്ടത്. അടുത്തത് കോശസ്തരമാണ് അഥവാ സെൽ മെംബ്രെയിൻ. കോശസ്തരം ജന്തുകോശത്തിലും സസ്യകോശത്തിലും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. സെൻട്രോസോം എന്ന് പറയുന്നത് കോശവിഭജനത്തിന് സഹായിക്കുന്ന കോശാംഗമാണ്. ഇത് ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സെൻട്രോസോം എഴുതേണ്ടത് 2ാമത്തെ കോളത്തിലാണ്. അവസാനമായി തന്നിട്ടുള്ളത് ഫേനമാണ് അഥവാ വാക്യൂൾ.
വാക്യൂൾ കാണപ്പെടുന്നത് സസ്യകോശത്തിലാണ്. സസ്യകോശം എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലെ വലിയൊരു ഭാഗമായിട്ട് വരുന്നത് അതിന്റെ ഫേനമാണ് അഥവാ വാക്യൂൾ ആണ്. ഈ വാക്യൂൾ വിസർജ്യ വസ്തുക്കളെ അഥവാ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസിനെയും ജലത്തിനെയും അതായത് വാട്ടറിനെയും സാൾട്ട് അഥവാ ലവണങ്ങളെയും സംഭരിക്കാൻ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഈ പട്ടിക പൂർത്തിയാക്കുമ്പോൾ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നവ എന്നുള്ള കോളത്തിൽ കോശഭിത്തിയും ഫേനവുമാണ് എഴുതേണ്ടത്. അതായത് സെൽ വാൾ ആൻഡ് വാക്യൂൾ. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നവ എന്നുള്ള കോളത്തിൽ ആനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്നത് ലൈസോസോം, സെൻട്രോസോം എന്നീ കോശഭാഗങ്ങളാണ്. ഇത് രണ്ടുമാണ് രണ്ടാമത്തെ കോളത്തിൽ ഉത്തരമായി എഴുതേണ്ടത്. ഏഴാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ള പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. Analyze the given statement and answer the questions. Consist of cells that can contract and regain the original state. Question A. ഇവിടെ പരാമർശിക്കുന്ന ജന്തുകല ഏത്? Name the animal tissue mentioned here. Question B. അവയുടെ ധർമ്മം എന്ത്? Write its function. അതായത് 4 തരം ജന്തുകലകൾ അഥവാ ആനിമൽ ടിഷ്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? എപ്പിത്തീലിയൽ ടിഷ്യൂ അഥവാ ആവരണകല, നെർവസ് ടിഷ്യൂ അഥവാ നാഡീകല, മസ്കുലാർ ടിഷ്യൂ അഥവാ പേശീകല, കണക്റ്റീവ് ടിഷ്യൂ അഥവാ യോജകകല. ഈ 4 തരം ജന്തുകലകളുടെയും പ്രത്യേകതകളും അവയുടെ ധർമ്മവും പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താനാകും. ഓരോ ജന്തുകലയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അവ ഓരോന്നും ഓരോ ധർമ്മം നിർവഹിക്കാൻ സഹായിക്കുന്നവയാണ്. ഇവിടെ തന്നിരിക്കുന്നത് സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന ജന്തുകല ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഈസ് ദ ആനിമൽ ടിഷ്യൂ ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. കോൺട്രാക്ട് ചെയ്യാനും കഴിയും, പൂർവസ്ഥിതി അഥവാ അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരാനും കഴിയും. ഇങ്ങനെയുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന ജന്തുകല ഏതാണ്? ഇതിന്റെ ഉത്തരം മസ്കുലാർ ടിഷ്യൂ അഥവാ പേശീകലയാണ്. ഇനി ചോദിച്ചിട്ടുള്ളത് അവയുടെ ധർമ്മം എന്ത് എന്നാണ്. ഫംഗ്ഷൻ കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മസ്കുലാർ ടിഷ്യൂ അഥവാ പേശീകല ശരീരചലനങ്ങൾ സാധ്യമാക്കാൻ സഹായിക്കുന്നു. ഇറ്റ് എനേബിൾസ് ദ മൂവ്മെന്റ് ഓഫ് ദി ബോഡി എന്നാണ് രണ്ടാമത്തെ പാർട്ടിന് ഉത്തരം എഴുതേണ്ടത്. എട്ടാമത്തെ ചോദ്യം. ജൈവകണങ്ങളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു പ്ലാസ്റ്റിഡ്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ ജൈവകണം. സസ്യകോശങ്ങളിൽ പ്ലാന്റ് സെൽസിൽ പ്രത്യേകമായി കാണുന്ന ഒരു കോശാംഗമാണ് പ്ലാസ്റ്റിഡ്സ്. 3 തരം പ്ലാസ്റ്റിഡ്സ് അഥവാ ജൈവകണങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം, ക്രോമോപ്ലാസ്റ്റ് അഥവാ വർണ്ണകണം, ല്യൂക്കോപ്ലാസ്റ്റ് അഥവാ ശ്വേതകണം എന്നിവയാണ് അവ. ഇവിടെ ചിത്രീകരണത്തിൽ ജൈവകണങ്ങളുടെ 3 പേരുകളാണ് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ തൊട്ട് താഴെയായി അവയുടെ ധർമ്മവും എഴുതാനായി പറഞ്ഞിട്ടുണ്ട്. എ, ബി, സി, ഡി എന്നീ കോളങ്ങളാണ് ഈ ചിത്രീകരണത്തിൽ നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിനാൽ എ, ബി എന്ന് പറയുന്നത് തീർച്ചയായും മറ്റ് 2 പ്ലാസ്റ്റിഡ്സിന്റെ പേരുകളാണ് അവിടെ എഴുതേണ്ടത്. എ, ബി, സി, ഡി എന്നിങ്ങനെ ആൻസർ ഷീറ്റിൽ പ്രത്യേകമായി എഴുതിയിട്ടാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത്. എ എന്നുള്ളത് വർണ്ണകണം എന്നാണ് പൂരിപ്പിക്കേണ്ടത്. വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്. അതിന് തൊട്ട് താഴെ അതിന്റെ ധർമ്മം നൽകിയിട്ടുണ്ട്. പൂക്കൾക്ക് നിറം നൽകുന്നു. നമുക്കറിയാം നിറം നൽകുന്ന ജൈവകണങ്ങളാണ് ക്രോമോപ്ലാസ്റ്റ് അഥവാ വർണ്ണകണങ്ങൾ. ക്രോമോപ്ലാസ്റ്റ് അഥവാ വർണ്ണകണത്തിൽ അടങ്ങിയിരിക്കുന്ന സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയനിൻ എന്നീ വർണ്ണകങ്ങൾ പൂക്കൾക്കും ഫലങ്ങൾക്കും പച്ചക്കറികൾക്കും
വിവിധ നിറങ്ങൾ നൽകാൻ സഹായിക്കുന്നവയാണ്. ഇവിടെ എ എന്നതിന് തൊട്ട് താഴെ പൂക്കൾക്ക് നിറം നൽകുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനാൽ എ എന്നുള്ളത് തീർച്ചയായും വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ് എന്നാണ് എഴുതേണ്ടത്. ബി എന്നുള്ളത് ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ് എന്നാണ് ആൻസർ ചെയ്യേണ്ടത്. സി എന്നുള്ളത് ഹരിതകണത്തിന് തൊട്ട് താഴെയായി സി എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഹരിതകണത്തിന്റെ അഥവാ ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ അഥവാ ധർമ്മമാണ് അവിടെ എഴുതേണ്ടത്. ഹരിതകണത്തിന്റെ ധർമ്മം എന്താണ്? ഫോട്ടോസിന്തസിസ് അല്ലെ, ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ജൈവകണങ്ങളാണ് ഹരിതകണങ്ങൾ. അവിടെ പ്രകാശ സംശ്ലേഷണം എന്നാണ് എഴുതേണ്ടത്. സി എന്നുള്ളത് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് നമുക്ക് ആൻസർ ചെയ്യാം. ഇനിയുള്ളത് ഡി ആണ്. ബി എന്നുള്ളത് നമ്മൾ ല്യൂക്കോപ്ലാസ്റ്റ് അഥവാ ശ്വേതകണം എന്ന് പൂരിപ്പിച്ചു. അതിനാൽ തന്നെ ശ്വേതകണത്തിന്റെ ധർമ്മം എന്നുള്ളത് എന്താണ്? ആഹാര സംഭരണം അഥവാ സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ്. ആഹാരം സംഭരിച്ചു വെക്കുന്ന അഥവാ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന കോശങ്ങളിലാണ് കൂടുതലായും ല്യൂക്കോപ്ലാസ്റ്റ് അഥവാ ശ്വേതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ചിത്രീകരണം അതേപടി ആൻസർ ഷീറ്റിലേക്ക് പകർത്തേണ്ടതില്ല. അതിനു പകരം എ ബി സി ഡി എന്നിങ്ങനെ എഴുതിയ ശേഷം എ എന്നുള്ളത് വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ് എന്നും, ബി എന്നുള്ളത് ല്യൂക്കോപ്ലാസ്റ്റ് അഥവാ ശ്വേതകണം എന്നും, സി എന്നുള്ളത് ഫോട്ടോസിന്തസിസ് എന്നും, ഡി എന്നുള്ളത് സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ് അഥവാ ആഹാര സംഭരണം എന്നും എഴുതിയാൽ മതി. 9ാമത്തെ ചോദ്യം, എ ബി എന്നീ ജന്തുകലകളെ തിരിച്ചറിഞ്ഞ് അവയുടെ ഓരോ ധർമ്മം എഴുതുക. ഐഡന്റിഫൈ ദ ആനിമൽ ടിഷ്യൂസ് എ ആൻഡ് ബി ആൻഡ് റൈറ്റ് എനി വൺ ഫംഗ്ഷൻ ഓഫ് ഈച്ച്. അതായത് 2 ജന്തുകലകൾ അഥവാ ആനിമൽ ടിഷ്യൂസിന്റെ ചിത്രം തന്നിട്ടുണ്ട്. അവ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവയുടെ പേര് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എ എന്താണ്, ബി എന്താണ് എന്ന് എഴുതണം. അതിനുശേഷം എയുടെയും ബിയുടെയും ഓരോ ധർമ്മം അഥവാ ഫംഗ്ഷനും എഴുതണം. 4 തരം ആനിമൽ ടിഷ്യൂസ് അഥവാ ജന്തുകലകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തന്നിരിക്കുന്ന ചിത്രം എ എന്ന് പറയുന്നത് എപ്പിത്തീരിയൽ ടിഷ്യൂ എന്നാണ് എഴുതേണ്ടത് അഥവാ ആവരണകല. ബി എന്നുള്ളത് നാഡീകല അഥവാ നെർവസ് ടിഷ്യൂ എന്നാണ് ആൻസർ ചെയ്യേണ്ടത്. എ എന്നുള്ളത് ആവരണകല അഥവാ എപ്പിത്തീരിയൽ ടിഷ്യൂ എന്ന് ആൻസർ ചെയ്തതിനു ശേഷം അതിന്റെ താഴെ ഫംഗ്ഷൻ അഥവാ ധർമ്മം എന്ന് എഴുതുക. അതിന്റെ തൊട്ട് താഴെ ഏതെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ധർമ്മം കൂടി എഴുതി ചേർക്കുക. കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി അഥവാ ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു എന്ന് എഴുതാം. അതല്ലെങ്കിൽ പെർഫോംസ് ഫങ്ഷൻസ് സച്ച് ആസ് പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ് എന്ന് വേണമെങ്കിലും എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതായത് ആഗിരണം, സംരക്ഷണം, സ്രവങ്ങളുടെ ഉൽപാദനം, ഇതിൽ ഏതെങ്കിലും ഒരു ധർമ്മം എഴുതിയാൽ മതിയാകും. ഇനി ബി എന്ന് ആൻസർ എഴുതിയതിനു ശേഷം നാഡീകല അഥവാ നെർവസ് ടിഷ്യൂ എന്ന് എഴുതുക. അതിനുശേഷം അതിന്റെ ഫംഗ്ഷൻ, അതിനുശേഷം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് അഥവാ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് എഴുതുക. അല്ലെങ്കിൽ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു എന്നും എഴുതാവുന്നതാണ്. എനേബിൾസ് ടു റെസ്പോണ്ട് ഐഡന്റിഫൈങ് ദ ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. ഇവിടെ ആനിമൽ ടിഷ്യൂ അഥവാ ജന്തുകല തിരിച്ചറിഞ്ഞ് അതിന്റെ പേര് എഴുതുന്നതിന് അരമാർക്കും അതിന്റെ ഫംഗ്ഷൻ എഴുതുന്നതിന് അരമാർക്കുമാണ് ഉള്ളത്. ആകെ 2 മാർക്കിന്റെ ചോദ്യമാണ്. അതിനാൽ തന്നെ 1ൽ കൂടുതൽ ധർമ്മം എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. ആൻസർ എനി 3 from questions 10 to 13. Each question carries 3 score. അതിൽ 10ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് various stages in the preparation of a slide to observe the plantain root cells through a microscope are given in the box.
അറേഞ്ച് ദം ഇൻ കറക്റ്റ് ഓർഡർ. വാഴയുടെ വേരിലെ കോശങ്ങളുടെ സ്ലൈഡ് തയ്യാറാക്കി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ താഴെ ബോക്സിൽ തന്നിരിക്കുന്നു. അവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് ഉചിതമായി ക്രമീകരിക്കുക. മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി ഒരു നിരീക്ഷണ വസ്തു തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വിവിധ ഘട്ടങ്ങളിലായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള വിവിധ ഘട്ടങ്ങൾ തെറ്റായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതിനെ ശരിയായ രീതിയിൽ ക്രമീകരിച്ച് എഴുതേണ്ടതുണ്ട്. ആദ്യത്തെ ഘട്ടം തന്നിട്ടുണ്ട്. നിരീക്ഷണ വസ്തു പെട്രി ഡിഷിലെ ജലത്തിൽ ഇടുക. പുട്ട് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ് ഇൻ എ പെട്രി ഡിഷ് കണ്ടെയ്നിങ് വാട്ടർ എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിന്റെ ബാക്കിയാണ് നമ്മൾ ക്രമമായി എഴുതേണ്ടത്. ശരിയായ ഘട്ടങ്ങൾ ക്രമീകരിക്കേണ്ടത് ഈ രീതിയിലാണ്. രണ്ടാമത്തെ ഘട്ടമായി എഴുതേണ്ടത് ടേക്ക് തിൻ ക്രോസ് സെക്ഷൻ ഓഫ് മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. നിരീക്ഷിക്കാനുള്ള വസ്തുവിന്റെ നേർത്ത ഛേദങ്ങൾ എടുക്കുക. മൂന്നാമത്തെ ഘട്ടമായി എഴുതേണ്ടത് ഛേദങ്ങൾ വാച്ച് ഗ്ലാസ്സിലെ ജലത്തിൽ ഇടുക. ഷിഫ്റ്റ് ദ സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് വാട്ടർ. അടുത്തത് ഏറ്റവും കട്ടി കുറഞ്ഞ ഛേദങ്ങളെ സ്റ്റെയിനിൽ ഇടുക. പുട്ട് ദ തിന്നസ്റ്റ് സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് സ്റ്റെയിൻ. അടുത്തത് 1-2 തുള്ളി ഗ്ലിസറിൻ സ്ലൈഡിൽ ഇറ്റിക്കുക. ആഡ് 1 or 2 drops of glycerin to the slide. അടുത്തത് നിറം പിടിച്ച ഛേദത്തെ സ്ലൈഡിലെ ഗ്ലിസറിനിൽ ഇടുക. Put the stained section in the glycerin on the slide. അടുത്തത് ഛേദത്തിൽ വായു കുമിളകൾ കടക്കാത്ത വിധം കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. Place the cover glass over the material in such a way that air bubbles do not pass. അവസാനത്തത് അധികമുള്ള ഗ്ലിസറിൻ തുടച്ചു മാറ്റി സ്ലൈഡ് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. Wipe out the excess glycerin and observe through a microscope. 11ാമത്തെ ചോദ്യം. ഒരു കുട്ടിയുടെ സയൻസ് ഡയറിയിലെ ഒരു ഭാഗം ചുവടെ തന്നിരിക്കുന്നു. അത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ഇവ കലകളിലെ കോശങ്ങളുടെ നാശം പരിഹരിക്കുന്നു. അതായത് a portion of the science diary of a student is given below. Analyze it and answer the questions. In our body, there are certain specialized cells that can transform into any kind of cells. They compensate the destruction of cells. Question A. ഡയറി കുറിപ്പിൽ പരാമർശിക്കുന്ന കോശങ്ങൾ ഏവ? നെയിം ദ സെൽസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഡയറി. അപ്പോൾ നമ്മൾ വിവിധ തരം കോശങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്ന പ്രത്യേകത അതിൽ ഏത് കോശത്തിൻ്റെതാണ്? ഒരു പ്രത്യേക തരം കോശത്തിനാണ് ഈ ഒരു പ്രത്യേകത ഉള്ളത്. എന്താണ് ആ പ്രത്യേകത? ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഏത് കോശമാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏത് കോശമായും മാറാൻ കഴിവുള്ള ഒരു പ്രത്യേക തരം കോശത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സെല്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എ എന്നതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് വിത്ത് കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് എന്നാണ്. നമ്മുടെ ശരീരത്തിലെ ബോൺ മാരോ അഥവാ അസ്ഥിമജ്ജ, സ്കിൻ അഥവാ ത്വക്ക്, ഡൈജസ്റ്റീവ് ട്രാക്ട് അഥവാ അന്നപദം തുടങ്ങിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷ കോശങ്ങളാണ് സ്റ്റെം സെൽസ് അഥവാ വിത്ത് കോശങ്ങൾ. ബി ക്വസ്റ്റ്യൻ. ഇവ കലകളിലെ കോശങ്ങളുടെ നാശം പരിഹരിക്കുന്നതെങ്ങനെ? ഹൗ ഡസ് ദേ കോമ്പൻസേറ്റ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് സെൽസ് ഇൻ ദ ടിഷ്യൂ? ഇവിടെ തന്നിരിക്കുന്ന ഡയറിയിൽ, സയൻസ് ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ കലകളിലെ കോശങ്ങളുടെ നാശം പരിഹരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് സ്റ്റെം സെൽസ് അഥവാ വിത്ത് കോശങ്ങൾ കലകളിലെ കോശങ്ങളുടെ നാശം പരിഹരിക്കുന്നത്? അതിന് ഉത്തരമായിട്ട് എഴുതേണ്ടത് കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് വിത്ത് കോശങ്ങളിൽ നിന്നാണ്. That means when the cells in the tissues get damaged,
ന്യൂ സെൽസ് ഡെവലപ്പ് ഫ്രം ദി സ്റ്റെം സെൽസ് എന്നാണ് ഇതിന് ആൻസറായി എഴുതേണ്ടത്. സി ക്വസ്റ്റ്യൻ, ഈ കോശങ്ങൾക്ക് ആധുനിക ചികിത്സാ രംഗത്തുള്ള പ്രാധാന്യം എന്ത്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് സെൽസ് ഇൻ മോഡേൺ മെഡിസിൻ? ഇത്തരം കോശങ്ങൾ എങ്ങനെയാണ് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ആധുനിക ചികിത്സാ രംഗത്ത് സഹായകമാകുന്നത്? എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുത്തരമായി ബ്ലഡ് ക്യാൻസർ അഥവാ രക്താർബുദം, പ്രമേഹം അഥവാ ഡയബറ്റീസ്, പാർക്കിൻസൺ ഡിസീസ് എന്നീ രോഗങ്ങളുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങൾ അഥവാ ആർട്ടിഫിഷ്യൽ ഓർഗൻസ് ഉണ്ടാക്കിയെടുക്കാനും വിത്ത് കോശങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് എഴുതേണ്ടത്. ഇൻക്യൂറബിൾ ഡിസീസസ് ലൈക്ക് ബ്ലഡ് ക്യാൻസർ, diabetes, Parkinson disease can be treated with the help of stem cells and also for the development of artificial organs. 12ാമത്തെ ചോദ്യം, സംവഹന കലകളുടെ ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. Observe the diagram of vascular tissue and answer the questions. ഇതിലെ ഫസ്റ്റ് പാർട്ട് ബി തിരിച്ചറിയുക, ഐഡന്റിഫൈ ബി. 2, അവയെ സംവഹന കലകൾ എന്ന് വിളിക്കുന്നതിനുള്ള കാരണമെന്ത്? വൈ ആർ ദേ നോൺ ആസ് വസ്കുലാർ ടിഷ്യൂസ്? 3ാമതായി ഓരോന്നിനും 2 സവിശേഷതകൾ വീതം എഴുതുക. റൈറ്റ് 2 പെക്യൂലിയാരിറ്റീസ് ഓഫ് ഈച്ച് ഓഫ് ദം. ഇതാണ് ക്വസ്റ്റ്യൻ. സംവഹന കലകൾ അഥവാ വസ്കുലാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന കലകളാണ്. 2 തരം സംവഹന കലകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് എ എന്ന് പറയുന്നത് സൈലം എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബി ഫ്ലോയം എന്ന് എഴുതാം. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ബി എന്ന് എഴുതിയ ശേഷം ഫ്ലോയം എന്ന് എഴുതുക. 2ാമതായി ചോദിച്ചിട്ടുള്ളത് അവയെ സംവഹന കലകൾ എന്ന് വിളിക്കുന്നതിനുള്ള കാരണമെന്ത് എന്നാണ്. Why they are called as vascular tissues? അതിനുത്തരമായി എഴുതേണ്ടത് സൈലവും ഫ്ലോയവും സസ്യങ്ങളിൽ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. അതായത് സൈലം ആൻഡ് ഫ്ലോയം ഹെൽപ്പ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് വാട്ടർ, മിനറൽസ് ആൻഡ് ഫുഡ് ഇൻ പ്ലാന്റ്സ്. സൈലം ജലത്തെയും ലവണത്തെയും സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്നു. ഫ്ലോയം ഇലകളിൽ പാകം ചെയ്യുന്ന ആഹാരത്തെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്നു. ദാറ്റ് മീൻസ് സൈലം ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആൻഡ് ഫ്ലോയം ഹെൽപ്പ് ഇൻ ദി ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് സിന്തസൈസ്ഡ് ഇൻ ലീവ്സ് ഓഫ് പ്ലാന്റ്സ്. 3ാമതായി ചോദിച്ചിട്ടുള്ളത് ഓരോന്നിനും 2 സവിശേഷതകൾ വീതം എഴുതുക. റൈറ്റ് എനി 2 പെക്യൂലിയാരിറ്റീസ് ഓഫ് ഈച്ച്. സൈലം എന്ന് എഴുതിയ ശേഷം അതിന്റെ പ്രത്യേകതകൾ താഴെയായി എഴുതുക. 1ാമത്തെ പ്രത്യേകത, നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി കാണപ്പെടുന്നു. ദാറ്റ് മീൻസ് tubes formed from elongated cells. 2ാമത്തെ പോയിന്റായി ദൃഢമായ കോശഭിത്തി എന്ന് എഴുതാം, തിക് സെൽ വാൾ. ഇതേപോലെ ഫ്ലോയം എന്ന് എഴുതിയ ശേഷം അതിനു താഴെ ഫ്ലോയത്തിന്റെ പ്രത്യേകതകൾ എഴുതുക. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നത്, കമ്പോസ്ഡ് ഓഫ് ട്യൂബുലാർ ഇന്റർകണക്റ്റഡ് സെൽസ്. അടുത്ത പോയിന്റായി ഇലകളിൽ പാകം ചെയ്യുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ട്രാൻസ്പോർട്ട്സ് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി എന്നെഴുതാം. അവസാനത്തെ ചോദ്യം, ചിത്രം നിരീക്ഷിച്ച് ചോദ്യത്തിന് ഉത്തരം എഴുതുക. എ, ബി എന്നീ ഭാഗങ്ങളുടെ പേരും ധർമ്മവും എഴുതുക. Observe the diagram and answer the question. Name the parts A and B and write their functions. തന്നിട്ടുള്ള ചിത്രത്തിൽ എ, ബി എന്നീ 2 ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഭാഗവും ബി എന്ന് പറയുന്ന ഭാഗവും ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ പേര് എഴുതുക.
രണ്ടാമതായി എ എന്ന ഭാഗത്തിന്റെയും ബി എന്ന ഭാഗത്തിന്റെയും ധർമ്മം അഥവാ ഫംഗ്ഷൻ കൂടി അതിന് താഴെ എഴുതുക. ചിത്രം നോക്കിയാൽ അറിയാം, തന്നിരിക്കുന്നത് ഒരു പ്ലാന്റ് സെൽ അഥവാ സസ്യകോശത്തിന്റെ ചിത്രമാണ്. അതിൽ എ എന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും ബി എന്നത് ഫേനം അഥവാ വാക്യൂൾ എന്നുമാണ് എഴുതേണ്ടത്. അടുത്തതായി എ എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ കൂടി എഴുതേണ്ടതുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നു. രണ്ടാമതായി കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങളുടെ സഞ്ചാരപാതയായി പ്രവർത്തിക്കുന്നു. ഫേനത്തിന്റെ ധർമ്മമായി എഴുതേണ്ടത് ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. That means endoplasmic reticulum help in giving rigidity and shape to the cell. Second one, they help in conduction of materials inside the cell. Vacuole function stores water and salts and also store excretory materials. എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.